അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകത്തിന്റെ വിവിധമായ ദിക്കുകളിൽ നിന്ന് പരിശുദ്ധമായ ഹറം ഷരീഫിലേക്ക് വിശ്വാസികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ജിദ്ദയിൽ നിന്നും 70ഓളം കിലോമീറ്റർ ചെന്നാൽ പരിശുദ്ധമായ ഹറമിന്റെ അതിർത്തി കാണാം. മക്കയിലെത്തുന്നതിന്റെ 20 കിലോമീറ്റർ അടുത്തെത്തുമ്പോൾ തന്നെ വലിയ ഒരു ഖുർആൻ എഴുതിയ ഖമാനം കാണാം. അവിടെ നിന്നാണ് പരിശുദ്ധമായ ഹറമിന്റെ അതിർത്തി തുടങ്ങുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റ് നാടുകളുമായി 15ഓളം വ്യത്യസ്തത ഹുക്മുകളിൽ ഉള്ള പരിശുദ്ധമായ സ്ഥലമാണ് പരിശുദ്ധമായ ഹറം എന്നുള്ളത്. ഹറം എന്നാൽ പള്ളി മാത്രമല്ല, പൊതുവെ അങ്ങനെ ഒന്ന് പറയാറുണ്ട്. മസ്ജിദുൽ ഹറാമിന് മാത്രം ഹറം ഹറം എന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥ ഹറം എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും പ്രത്യേകം അതിർത്തി നിശ്ചയിച്ച വിശാലമായ ഒരു ഭൂപ്രദേശത്തിന്റെ പേരാകുന്നു ഹറം. പൊതുവെ ഹറം എന്നും അൽ മസ്ജിദുൽ ഹറാം എന്നും പല അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. കാബക്കു മാത്രം ഉദ്ദേശിച്ചതായി സൂറത്തുൽ ബഖറ 127 ആയത്തിൽ കാണാം. കാബയും ചുറ്റുവട്ടങ്ങളിലുമുള്ള എല്ലാ സ്ഥലങ്ങളും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ അൽ മസ്ജിദുൽ ഹറാം എന്ന് അൽ ഇസ്രാ സൂറത്തിന്റെ 1 ആയത്തിൽ ഉപയോഗിച്ചതായിട്ട് കാണാം. മക്ക എന്ന നാട് എന്ന ഉദ്ദേശപ്രകാരം സൂറത്തുൽ ഫത്ഹ് 27 ആയത്തിലും ഹറം മുഴുവനും ഉദ്ദേശിച്ചതായിട്ട് ബഹുമാനപ്പെട്ട തൗബ സൂറത്ത് 28 ആയത്തിലും കാണാം. ഏതായാലും പൊതുവെ ഹറം ഹറം എന്ന് ഇന്ന് പള്ളിക്ക് വേണ്ടി മസ്ജിദുൽ ഹറാമിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും 15ഓളം വിധികളിൽ വ്യത്യസ്തതയുടെ ചുറ്റുവട്ടത്തിൽ വിശാലമായി കിടക്കുന്ന സ്ഥലമിന്റെ പേരാണ് അൽ ഹറം എന്നുള്ളത്. ഇഹ്റാം അല്ലാതെ അങ്ങോട്ട് കടക്കാതിരിക്കലാണോ നല്ലത്. അവിടുത്തെ വേട്ടമൃഗങ്ങളെ വേട്ടയാടൽ ഹറാമാണ്. അവിടുത്തെ സസ്യലതാദികൾ മുറിക്കൽ ഹറാമാണ്. മുസ്ലിമീങ്ങളല്ലാതെ അങ്ങോട്ട് പ്രവേശിക്കാൻ പരുത്. അവിടെ നിന്ന് വല്ല സാധനവും നാം ആളറിയാതെ എടുത്താൽ കാലാകാലവും അതിന്റെ ഉടമയെ അന്വേഷിച്ചിരിക്കൽ നിർബന്ധമാണ്. അവിടെ കൊലപാതകം നടത്തിയാൽ അതിന്റെ ദിയത്ത് ശക്തമാകും. മുശ്രിക്കീങ്ങളെ അവിടെ മറമാടാൻ പാടില്ല. അഥവാ മറമാടിയാൽ മാന്തിയെടുക്കണമെന്നാണ് നിയമം. അവിടുത്തെ മരങ്ങളും മണ്ണുകളും മറ്റു നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ത്വയ്ഫ 4/194. അതുപോലെ തന്നെ ഹദിയെ ഹറമിൽ വെച്ച് മാത്രമേ അറുക്കാവൂ. കാരണം കൂടാത്ത മുത്തലക്കായ സുന്നത്തുകളും ഏത് സമയവും അവിടെ നിസ്കരിക്കൽ അനുവദനീയമാണ്. തമത്വ ഖിറാനോ ആയി ഹജ്ജ് ഉംറ നിർവഹിച്ചവർക്ക് അവിടെ താമസിക്കുന്നവരാണെങ്കിൽ അറവ് നിർബന്ധമേ ഇല്ല. അവിടെ വെച്ച് നിസ്കരിക്കാൻ നേർച്ചയാക്കിയാൽ അവിടെ തന്നെ അത് നിർവഹിക്കൽ നിർബന്ധമാണ്. എല്ലാ അമലുകളുടെയും പ്രതിഫലം ലക്ഷക്കണക്കിന് വർദ്ധിത തോതിൽ ലഭിക്കുന്നു. അവിടേക്ക് ആയുധം കൊണ്ടുപോകൽ ഹറാമാണ്. ഇങ്ങനെ 15ഓളം മസ്അലകളിൽ പ്രത്യേകം ഹറമിന് അല്ലാഹു തആല മഹത്വം കൊടുത്ത സ്ഥലമാകുന്നു പവിത്രമായ ഹറം. ഹറം ശരീഫിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു തആല വലിയ മഹത്വമാണ് ഹറമിന് കൊടുത്തതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഷാഫി മദ്ഹബ് പ്രകാരം ഹറമിലെ കല്ലോ മണ്ണോ മറ്റൊരു നാട്ടിലേക്ക് മദീനയിലേക്ക് പോലും നീക്കൽ ഹറാമാണ്. അതുപോലെ തന്നെയാണ് മദീനയിലെ കല്ലോ മണ്ണോ മക്കയിലേക്ക് പോലും നീക്കൽ അതും ഹറാമാണ്. ബഹുമാനപ്പെട്ട മിർഖാത്തുൽ മഫാത്തിഹ് 3-ാം വാള്യം 267 പേജിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഹറമിലെ സൽക്കർമ്മങ്ങൾക്ക് മുഴുവൻ ലക്ഷങ്ങളാണ് കൂലി. ഇത് ബഹുമാനപ്പെട്ട ഹിദായ വാള്യം 1 174 പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഹറമി എന്നാൽ മസ്ജിദുൽ ഹറാം മാത്രമല്ല, ലോകത്തിന്റെ വിവിധമായ ഭാഗങ്ങളിൽ നിന്ന് ഏതു ഭാഗമാകട്ടെ എവിടെയായിരുന്നാലും അതിന് കൂലി 1,00,000 മസ്ജിദുൽ ഹറാമിന് നിസ്കാരത്തിന് മാത്രം 10,000 കോടിയാണെന്ന് ത്വയ്ഫ വാള്യം 4 165 പേജിൽ കാണാം. ചെടികളും മറ്റും മുറിക്കലെല്ലാം ഹറാമാണ്. ത്വയ്ഫ 4 190 കാണാം. വൽ മുസ്തംബത്തു ഖൈരി അൽ മദ്ഹബി, വളർത്തിയുണ്ടാക്കുന്ന ചെടി പോലും അങ്ങനെയാണെന്ന അഭിപ്രായമാണ് ത്വയ്ഫ 4-ാം വാള്യം 194 പേജിൽ പറഞ്ഞത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പരിശുദ്ധമായ ഹറമിലുള്ള പുണ്യങ്ങൾക്ക് വലിയ വർദ്ധിത തോതിൽ പ്രതിഫലം ലഭിക്കും എന്നതുപോലെ തന്നെ അവിടെ നിന്ന് ചെയ്യുന്ന തെറ്റുകുറ്റകൾക്ക് മഹാ ശിക്ഷയും ലഭിക്കുമെന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തട്ടെ. വഖാൽ നബവിയു വൽ ജുംഹൂറു അലാ തഫ്ദീൽ, വഖാൽ മഹാന്മാരായ ഇമാമിങ്ങളെ അഭിപ്രായം പറയട്ടെ. വഖാല കസീറൂന മിനൽ ഉലമായി ഇന്ന സയ്യത തതദാഅഫു ബിമക്ക, മക്കയിലും ഹറമിലും വെച്ച് ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾക്ക് വർദ്ധിത തോതിലാണ് ശിക്ഷ. വബി ഖാല ഇബ്നു അബ്ബാസ് വബ്നു മസ്ഊദ് മുജാഹിദ് വഅഹ്മദ്, വളരെയേറെ പണ്ഡിതന്മാർ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. മതാഫിൽ വെച്ച് പോലും മക്കയിൽ വെച്ച് പോലും ഹറാമ് ചെയ്യുന്നതിൽ മടിയില്ലാത്തവരാണെന്ന്. ഞാൻ ലോകത്തിന്റെ വിവിധമായ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകം കേരളക്കാരോടാണല്ലോ ഇപ്പൊ പറയേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ലോകത്തിന്റെ വിവിധമായ ഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധമായ മക്കയിലേക്ക് വരുന്നതിൽ വലിയ സുന്ദരന്മാരും വലിയ സുന്ദരിമാരും തവാഫിലും ഇഹ്റാമിലും മുഖം മറക്കാതെ അവർ തവാഫ് ചെയ്യുമ്പോൾ അവർക്കുള്ള ലാവണ്യങ്ങളിലേക്ക് സൗന്ദര്യങ്ങളിലേക്ക് ആകർഷകരായി പോയാൽ
വലിയ അപകടം അതുകൊണ്ടുണ്ടാകുമെന്നും ഇങ്ങനെ ഹറാമായ കാര്യങ്ങൾ മത്താഫിൽ വെച്ച് ചെയ്ത കാരണം അവിടെ വെച്ച് തന്നെ പടച്ച തമ്പുരാൻ പലർക്കും ശിക്ഷ കൊടുത്തിട്ടുണ്ട് എന്നുള്ള സഗൗരവമായ താക്കീത് ഇമാമുൻ നബവി തങ്ങൾ പ്രത്യേകം നമ്മോട് എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിക്കണം. വർദ്ധിത തോതിൽ പ്രതിഫലം ലഭിക്കും എന്നതുപോലെ തന്നെ അവിടെ നിന്നുണ്ടാകുന്ന സയ്യിഅത്തുകൾക്ക് മഹാ അപകടം സംഭവിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട്. നന്മകൾക്ക് ലക്ഷക്കണക്കിന് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നത് പോലെ ആ മുളാഫത്ത് സയ്യിഅത്തിൽ ഇല്ല എന്നാണ് ഷാഫി മദ്ഹബെങ്കിലും ഗൗരവം കൂടും എന്നതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. മത്താഫിലാവട്ടെ, ഹറമിന്റെ മറ്റു ഭാഗങ്ങളിലാവട്ടെ, പരിശുദ്ധമായ ഹജ്ജ് ഉംറകളുടെ മശാലുകളിലാവട്ടെ, അന്യ ഹറാമായ നിലക്കുള്ള ദർശനങ്ങളും സ്പർശനങ്ങളും ചിന്തകളും തീർത്തും ഉപേക്ഷിക്കാൻ ഓരോ ആണും പെണ്ണും ശ്രദ്ധിക്കണം. ഔറത്ത് മറക്കാതിരിക്കുന്നതും സംസാരിക്കുന്നതും നിസ്കാരത്തിന്റെ മുന്നിലൂടെ ഓടി നടക്കുന്നതും ഒരുപാട് ഹറാമുകൾ പരിശുദ്ധമായ ഹറമിൽ വെച്ച് ചെയ്യുമ്പോ ഗൗരവം കൂടും എന്നുള്ളതായ ആ ഒരു കാര്യം ഒരിക്കലും നാം മറന്നു പോകരുത്. നല്ലവണ്ണം ശ്രദ്ധിക്കണം. മിനയാണ്, മുസ്ദലിഫയാണ്, അറഫയാണ് വർദ്ധിത തോതിൽ പ്രതിഫലം കിട്ടുന്ന വളരെ അനുഗ്രഹീതമായ സ്ഥലങ്ങളും സമയങ്ങളുമാണ്. ഇവിടെയുള്ള അനാവശ്യ സംസാരങ്ങളും അനാവശ്യ നോട്ടങ്ങളും അനാവശ്യ ചിന്തകളും നാം ഉപേക്ഷിച്ചില്ലെങ്കിൽ പുണ്യങ്ങൾ കുന്നുകൂടി നമുക്ക് ലഭിക്കുന്നതിലേറെ വലിയ അപകടകരമായ വലിയ ഒരു ശിക്ഷക്കാകും നാം പാത്രമാവുക എന്നുള്ള കഠിനമായ ആ ഒരു ശിക്ഷക്ക് പാത്രമായേക്കുമോ എന്നുള്ള ആ ഒരു ഭയപ്പാട് ഓരോ വിശ്വാസികളുടെയും മനസ്സിൽ വേണം. റഹ്മാനായ റബ്ബ് തആല ഹറമിനെയും പരിശുദ്ധമായ മക്കയെയും വേണ്ട വിധം ബഹുമാനിക്കുന്നവരിൽ പടച്ച തമ്പുരാൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്താണ് പരിശുദ്ധമായ മക്ക? 32ഓളം പേരുകളുള്ള മക്കൾക്ക് അതിന്റെ മഹത്വങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മക്കയിലെന്ന് ഇമാം മസ്റക്കി 1-ാം വാള്യം 283-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. സുന്നത്ത് നിസ്കാരം നല്ലോണം വർദ്ധിപ്പിക്കണം, തവാഫ് നല്ലോണം വർദ്ധിപ്പിക്കണം, ഖുർആൻ പാരായണം നല്ലോണം വർദ്ധിപ്പിക്കണം. തവാഫ് വർദ്ധിപ്പിക്കുന്നതിനേക്കാളും സുന്നത്ത് നിസ്കാരങ്ങളാണ് വർദ്ധിപ്പിക്കാൻ നല്ലതെന്ന് ത്വയ്ഫ 4-ാം വാള്യം 144-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് വീണ്ടും ഓർമ്മപ്പെടുത്തട്ടെ. വർദ്ധിത തോതിൽ ഇഅ്തികാഫുകളും മറ്റു പുണ്യങ്ങളും അമൽ ചെയ്ത് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ തിന്മകളിൽ നിന്നും അനാവശ്യ നോട്ടങ്ങളിൽ നിന്നും മറ്റുമൊക്കെ അനാവശ്യ ചിന്തകളിൽ നിന്നും സംസാരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ഓരോ വിശ്വാസിയും വേണ്ട വിധം ശ്രദ്ധിച്ചില്ലെങ്കിൽ മഹാ അപകടം വരുമെന്ന് പ്രത്യേകം എന്റെ നഫ്സിനോടും എന്റെ പ്രിയപ്പെട്ടവരോടും ഉണർത്താൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. പരിശുദ്ധമായ ഹറമിലെത്തുമ്പോൾ പ്രത്യേകം നമുക്ക് ദുആയുണ്ട്. പരിശുദ്ധമായ മക്കയിലെത്തുമ്പോൾ പ്രത്യേകം നമുക്ക് ദുആയുണ്ട്. അതെല്ലാം കൂടി ഇവിടെ പറഞ്ഞ സമയം വൈകുന്നത് കൊണ്ട് ഞാൻ ഉപേക്ഷിക്കുകയാണ്. ഹറമിൽ കടക്കുമ്പോഴുള്ള ദുആ ഇതോടൊപ്പം ഞാൻ സെൻഡ് ചെയ്യുന്നുണ്ട്. മക്കയിലോട്ടുക്കുമ്പോൾ അല്ലാഹുമ്മ ജിഅല്ലി ബിഹാ ഖറാറൻ വർസുഖ്നി ഫിഹാ റിസ്ഖൻ ഹലാലൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അർത്ഥം മലയാളത്തിൽ പറഞ്ഞാലും അറബിയിൽ ചൊല്ലാൻ കഴിയാത്തവർക്ക് അതത് മതി. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ മക്കയിൽ എനിക്ക് നല്ല താമസം നൽകണമേ, ഹലാലായ ഭക്ഷണം എനിക്ക് നൽകണമേ, എല്ലാവിധ ഖൈറും ബറക്കത്തും എനിക്ക് നീ നൽകണമേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരി മാ സഅലക മിൻഹു നബിയുക മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅഊദു ബിക മിൻ ശർരി മാ ഇസ്തഅഅദക മിൻഹു നബിയുക മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുവേ, നിന്റെ ഹബീബരായ അഷ്റഫുൽ ഖൽഖ് ഇവിടെ വെച്ച് ഏതെല്ലാം നന്മകളാണോ നിന്നോട് ചോദിച്ചത് ആ നന്മകൾ അഖിലവും എനിക്കും നൽകണമേ എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുത്ത് ഹബീബ് തങ്ങൾ ഇവിടെ വെച്ച് നിന്നോട് ഏതെല്ലാം തെറ്റുകുറ്റങ്ങളെ തൊട്ടും ഷർറുകളെ തൊട്ടുമാണോ നിന്നോട് അഭയം ചോദിച്ചത് ആ സർവ്വ പാപങ്ങളെ തൊട്ടും തെറ്റുകുറ്റങ്ങളെ തൊട്ടും എല്ലാ ഷർറുകളെ തൊട്ടും അല്ലാഹുവേ സർവ്വ കെടുതികളെ തൊട്ടും നിന്നോടും ഞാൻ അഭയം തേടുന്നു എന്നുള്ള പ്രാർത്ഥന വർദ്ധിപ്പിക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താകുന്നു. ومن يرد فيه بإلحاد بظلم نذقه من عذاب أليم. സൂറത്തുൽ ഹജ്ജ്. വിശുദ്ധമായ ഹറമിൽ വെച്ച് ശിർക്കോ ഏതെങ്കിലും വല്ല ഉൽമുകളോ തെറ്റുകുറ്റങ്ങളോ ചെയ്യാൻ ഒരാൾ കരുതിയാൽ തന്നെ അവന് നാം ശക്തമായ ശിക്ഷ രുചിപ്പിക്കും എന്ന് വ്യാഖ്യാനിക്കപ്പെട്ട ആയത്ത് ബഹുമാനപ്പെട്ട വിശുദ്ധമായ സൂറത്തുൽ ഹജ്ജിൽ കാണാം. അതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിച്ചേ പറ്റൂ. ഹറമിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും പുണ്യമെല്ലാം വർദ്ധിപ്പിക്കുകയും ചെയ്താലുണ്ടാകുന്ന വലിയ വർദ്ധിത പ്രതിഫലങ്ങളെക്കുറിച്ച് എമ്പാടും സന്തോഷ വാർത്തകൾ അറിയിച്ചു തന്ന ഹദീസുകളിൽ തന്നെ വിശുദ്ധമായ ഹറമുകളോട് യോജിക്കാത്ത എന്തെങ്കിലും അനർത്ഥങ്ങൾ ചെയ്താൽ അതുകൊണ്ടുണ്ടാകുന്ന കെടുതികളെക്കുറിച്ചും വിശദമായി തന്നെ ഹദീസുകളിലുണ്ട്. ആരെങ്കിലും ഹറമിൽ ഒരു വേണ്ടാത്തരം ആരെങ്കിലും ഹറമിൽ വെച്ച് ചെയ്തു, ഔ ആവാ ഫീഹി മുഹ്ദിസൻ, അല്ലെങ്കിൽ വേണ്ടാത്തരം ചെയ്തവർക്ക് അഭയം കൊടുക്കുകയോ കൂട്ടുനിൽക്കുകയോ ചെയ്തു. എന്തെങ്കിലും വിശുദ്ധമായ ഹറമിൽ വെച്ച ഒരാൾ വേണ്ടാത്തരം ഹറാമുകളോ തെറ്റുകുറ്റങ്ങളോ ചെയ്തു പോയാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപം അവന്റെ മേലുണ്ടാകും.
വൽ മലായിക അള്ളാന്റെ മലക്കുകളുടെ ശാപവും വന്നാസി അജ്മഈൻ അമ്പിയാക്കൾ ഔലിയാക്കൾ അടക്കമുള്ള സാധാരണക്കാരടക്കമുള്ള സർവ്വ മനുഷ്യരുടെയും ലഅനത്തും അള്ളാഹുവിന്റെയും അവന്റെ കോടിക്കണക്കിന് വരുന്ന മലാഖമാരുടെയും സർവ്വ അമ്പിയാക്കൾ ഔലിയാക്കൾ അടക്കമുള്ള സർവ്വ മനുഷ്യരുടെയും ലഅനത്ത് ശാപം അവന്റെ മേലുണ്ടായിരിക്കും. ആരെ മേലിൽ? വിശുദ്ധമായ ഹറമിൽ വെച്ച് എന്തെങ്കിലും പാപങ്ങൾ ചെയ്തു, തെറ്റുകുറ്റങ്ങൾ ചെയ്തു, വിപ്ലവങ്ങൾ ചെയ്തു, എന്നാൽ അല്ലെങ്കിൽ അത് ചെയ്യുന്നവർക്ക് കൂട്ടി നിൽക്കുകയോ അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുകയോ അവർക്ക് അഭയം കൊടുക്കുകയോ സഹായിക്കുകയോ ചെയ്താൽ പടച്ച തമ്പുരാന്റെയും മലക്കുകളുടെയും സർവ്വ മനുഷ്യരുടെയും ലഅനത്ത് അവന്റെ മേൽ ഉണ്ടായിരിക്കുമെന്നുള്ള സ്വഹീഹായ ഹദീസിന്റെ താക്കീത് നാം ഒരിക്കലും മറന്നു പോകരുത്. ഹജ്ജിന് വരുന്ന ഓരോ ഉമ്മമാരും ഓരോ ഉപ്പമാരും സഹോദരി സഹോദരങ്ങളും വിശുദ്ധമായ ഹറമിൽ താമസിക്കുന്നവരും അവിടെ ജോലി ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നാടിൽ ചെയ്യുന്നതായ തെറ്റുകുറ്റങ്ങളെ പോലെയോ കളവ് പോലെയോ വഞ്ചന പോലെയല്ല ഇവിടെ വെച്ച് ഈ പരിശുദ്ധ ഹറമിന്റെ മണ്ണിൽ വെച്ച് നടത്തപ്പെടുന്ന ഓരോ കെടുതികൾക്കുമുള്ളതായ താക്കീതും ശിക്ഷയും അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളും നിസ്സീമമായിരിക്കുമെന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുതെന്ന് ഈ പ്രദേശങ്ങൾ ജോലി ചെയ്യുന്നവരായാലും ഈ പ്രദേശങ്ങളിൽ ഹജ്ജ് ഉംറകൾക്കോ മറ്റോ വേണ്ടി വന്നവരായാലും ഓരോ വിശ്വാസിനികളും ശ്രദ്ധിക്കണമെന്ന്. വളരെ അപകടകരമായ ഒരവസ്ഥയിലാകും നമ്മുടെ പഠനമുണ്ടാവുക എന്നും വളരെ വിനയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. സർവനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മക്ക കൊണ്ടും ഹറമ് കൊണ്ടും ഉഖ്റവിയായ നല്ല നേട്ടങ്ങൾ നേടുന്ന മുഅ്മിനീങ്ങളിൽ പടച്ചതമ്പുരാൻ സ്വീകരിക്കപ്പെടുന്ന മുത്തഖീങ്ങളിൽ നമ്മെയും നമ്മുടെ അഹ്ലുകാരെയും ഒക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.